and നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. നിങ്ങൾക്കും ലവദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു വലിയ പോരാട്ടം കഴിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു വലിയ പോരാട്ടത്തിൻ്റെ ജീവിതമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ പോരാട്ടം എന്ന് പറയുന്നത് സാധാരണ ക്രിസ്തീയ ജീവിതത്തിലുള്ളതായ ഒരു പോരാട്ടം ആ ഒരു തലത്തിലുള്ളതല്ല. ഇത് ദൈവമക്കളായി തീർന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് പോരാട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള വ്യത്യാസത്തെ സംബന്ധിക്കുന്ന ഒരു പോരാട്ടമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതെന്താണ് ആ പോരാട്ടം എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഇത് ലവദിക്കയിലുള്ളവർക്കും നിങ്ങൾക്കും ലവദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി എന്ന് വെച്ചാൽ അതിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊലോസ്യയിലെ സഭ, ലവദിക്കയിലെ സഭ, പിന്നെ പൗലോസ് അപ്പോസ്തലന് മുഖം കണ്ടിട്ടില്ലാത്ത, അതായത് പൗലോസ് അപ്പോസ്തലന് നേരിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്തതായിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ചുമുള്ള പൗലോസ് അപ്പോസ്തലന്റെ ഒരു പോരാട്ടം. അത് ന്യായമായിട്ടും അതിനെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നത് അത് ലേഖനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. ആ പോരാട്ടം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ദൈവവചനം അവരെ പഠിപ്പിക്കുന്നതിലുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ആ പോരാട്ടം? എന്താണ് ആ പോരാട്ടം എന്ന് ചോദിച്ചാൽ, എന്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് ചോദിച്ചാൽ, ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. ഈ ലവദിക്കയിലും കൊലോസ്യയിലും അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലന്റെ മുഖം കണ്ടിട്ടില്ലാത്ത അവർക്കെല്ലാവർക്കും എല്ലാവരുടെയും ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ പോരാട്ടം. ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പോരാടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ, അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ പിന്നിൽ ഒരു പോരാട്ടമുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ അത് എളുപ്പമുള്ള ഒരു ജീവിതമല്ല. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തെ അത്ര എളുപ്പമായി ആണ് ഇന്ന് ലോകത്തിൽ ആളുകൾ ചിത്രീകരിക്കുന്നത് എന്ന് മാത്രവുമല്ല, ജീവിതം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ ക്രിസ്തുവിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ദൈവത്തിലുള്ള ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത് പോലും ഈ ലോകത്തിലെ ജീവിതത്തെ ആശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു ജീവിതം ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹൃദയങ്ങൾക്ക് അത്ര ആശ്വാസം തരുന്ന ഒരു സംവിധാനമല്ല ഈ ലോകം എന്ന് പറയുന്നത്. കാരണം ദൈവിക വ്യവസ്ഥിതിയോട് നേരിട്ട് എതിർത്ത് നിൽക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയിലാണ് ദൈവമക്കൾ എല്ലാവരും ആയിരിക്കുന്നത്. അവിടെ വലിയതായ പ്രശ്നങ്ങൾ ദൈവമക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് കേവലം സുവിശേഷത്തിന് വേണ്ടിയിട്ട് സഹിക്കുന്നതായ, മറ്റുള്ളവരിൽ നിന്ന് സഹിക്കുന്നതായിട്ടുള്ള ഭീഷണികളോ കഷ്ടങ്ങളോ പീഡനങ്ങളോ മരണമോ മാത്രവുമല്ല, നമ്മുടെ ജഡത്തിൽ തന്നെയും ഒരു പോരാട്ടമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ
ഇഷ്ടങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു ശത്രു, ആ ഒരു ശത്രുവിനോടും ഉള്ള ഒരു പോരാട്ടം, അല്ലെങ്കിൽ അതും ജഡത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ പോരാട്ടമുള്ള ഒരു ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് അതിവിടെ ഉള്ള ആശ്വാസം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്നതായിട്ടുള്ള ഒരാശ്വാസമാണ്. അപ്പോൾ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൗലോസ് അപ്പോസ്തലന്റെ പോരാട്ടം എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ആശ്വാസം ലഭിക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്നത്, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്നാണ്. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനുള്ള വഴി എന്ന് പറയുന്നത്, ദൈവമക്കൾ എല്ലാവരും അവര് സ്നേഹത്തിൽ ഏകീഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഈ സ്നേഹമാണ് എല്ലാവരിലും അന്യോന്യവും ഉള്ളതായിട്ടുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഒരു സഭയിൽ അല്ലായെങ്കിൽ ദൈവമക്കളുടെ ഇടയിലുള്ളതായ ഹൃദയങ്ങൾക്ക് ആശ്വാസം തരുന്നതായ കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നാം ഇതിനു മുമ്പ് പഠിച്ച ലേഖനങ്ങളെല്ലാം പഠിക്കുമ്പോഴും അവിടെ ഒരു 5 വാക്യം അല്ലെങ്കിൽ 10 വാക്യങ്ങൾ എടുത്താൽ അതിനകത്ത് ദൈവ മക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് സ്പർശിക്കാതെ പോകുന്നില്ല, നേരിട്ടോ പരോക്ഷമായിട്ടോ സ്പർശിക്കാതെ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ ഈ സ്നേഹം എന്ന് പറയുന്ന വാക്ക് നാം വളരെ ഏറെ ഈ നാളുകളിൽ കേൾക്കുന്നുണ്ട്. ദൈവവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോഴെല്ലാം ആ ഒരു വാക്കിന് വലിയ ഒരു പ്രാമുഖ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ശരിയാണ്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ ഒരു ദൈവ പൈതലിന് അവരുടെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള വഴി എന്ന് പറയുന്നത്, അവരെല്ലാവരും സ്നേഹത്തിൽ ഏകീഭവിക്കുക എന്നുള്ളതായ കാര്യമാണ്. അതല്ലാതെ മറ്റൊന്നിനും ഈ ലോകത്തിൽ ഒരു സഭാജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുന്നതല്ല. അതായത് ലോകത്തിൽ ആർക്കും ഒരു ദൈവ പൈതലിന്റെ ആത്മീക ജീവിതത്തിൽ ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കുവാനായിട്ട് കഴിയില്ല. കാരണം നാം അറിയാമല്ലോ, നമ്മെ തന്നെ ത്യജിച്ച് ഒരു ക്രൂശുമെടുത്ത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ രുചി, അതിന്റെ കൂട്ടായ്മയുടെ രുചിയൊക്കെ അറിയണം, അവന്റെ കഷ്ടാനുഭവത്തോട് അനുരൂപപ്പെടണം തുടങ്ങിയതായിട്ടുള്ള വാക്കുകളാണ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നാം ഇതിനു മുമ്പ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം പഠിച്ചത്. അപ്പോൾ ഇതൊന്നും സുഖകരമായിട്ടുള്ള ഒരു യാത്രയല്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമുക്ക് അത്രത്തോളം ഒരു വേദനയൊന്നും തോന്നുന്നില്ല എങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുകയോ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ ആ കൂട്ടായ്മയെ രുചിച്ചറിയുവാനായിട്ടുള്ള താല്പര്യമില്ലായ്മയും, അതുപോലെ തന്നെ നമ്മെ തന്നെ ത്യജിക്കാതെയും ക്രൂശ് എടുക്കാതെയും ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആശ്വാസത്തിന്റെ ആവശ്യമില്ല. കാരണം നാം കടന്നു പോകുന്ന വഴി നമ്മളുടേതായിട്ടുള്ള വഴി, അല്ലെങ്കിൽ ലോകത്തില് പ്രിയമുള്ള ഒരു വഴിയാണ് എന്നുള്ളതാണ്. ലോകം അവരെ പകച്ചു, അവർ ലൗകികരല്ലാത്തതിനാൽ ലോകം അവരെ പകച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അവർ ലൗകികരല്ലാത്തതിനാൽ ലോകം അവരെ പകച്ചു. അപ്പോൾ ലോകം പകയ്ക്കാതിരിക്കാനായിട്ട് ലോകത്തിലെ വഴികളിൽ തന്നെ നമ്മൾ സഞ്ചരിക്കുകയും നമ്മളുടെ ജഡത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിച്ചു കൊടുക്കുകയും നമ്മളുടെ ഈ ലോകത്തിലെ മോഹങ്ങൾക്കൊത്തവണ്ണം നാം നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞതായിട്ടുള്ള ഹൃദയങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ആശ്വാസം തരത്തക്ക രീതിയിൽ ഹൃദയത്തിന് മുറിവുകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതമാണോ അത് ഞെരുക്കമുള്ള വഴിയാണ്, ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും, ക്രൂശ് എടുക്കുന്നതും ആ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ രുചിച്ചറിയുന്നതും ഉപദ്രവമേൽക്കുന്നതും നിന്ദയും പരിഹാസവും ഏൽക്കുന്നതും അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അവിടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ആവശ്യമുണ്ട്. ആ ഹൃദയങ്ങൾക്കുള്ള ആശ്വാസം ലഭിക്കുന്നത് അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അവർ സ്നേഹത്തിൽ ഏകീഭവിക്കുന്നത് വഴിയാണ്. പ്രിയമുള്ളവരെ,
ദൈവവചനപ്രകാരം പോകുന്നതായിട്ടുള്ള ഒരു സഭയിൽ ദൈവവചനപ്രകാരം ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അവർക്ക് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന വഴി അവര് സ്നേഹത്തിൽ ഏകീഭവിക്കുക എന്നുള്ളതാണ്. ശരി, അപ്പൊ ഈ സ്നേഹത്തിൽ ഏകീഭവിക്കണമെങ്കിൽ, ആശ്വാസം ലഭിക്കണമെങ്കിൽ സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഈ സ്നേഹത്തിൽ ഏകീഭവിക്കണമെങ്കിൽ എന്ത് വേണമെന്നുള്ളതാണ് പിന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവിടെ അതിനെക്കുറിച്ച് പറയുന്ന രണ്ടാമത്തെ വാക്യത്തിൽ, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം. അപ്പൊ ഇവിടെ നമുക്ക് ഈ സ്നേഹത്തിൽ ഏകീഭവിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് അതിന് ശേഷം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കും അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കും അത് ബാധകമാണ്. അപ്പോൾ സ്നേഹത്തിൽ ഏകീഭവിച്ചാൽ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ സ്നേഹത്തിൽ ഏകീഭവിക്കുന്നത് വഴി മാത്രമാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ക്രിസ്തുവിനെ എന്താണ് അത്ര മനസ്സിലാക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ അങ്ങനെയാണ് ചിന്തിക്കാനായിട്ട് സാധ്യതയുള്ളത്. എന്താണ് ക്രിസ്തുവിനെ ഇത്രമാത്രം അറിയുവാനായിട്ടുള്ളത്? ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു, ദൈവമായിരുന്നു, ത്രിയേക ദൈവത്തിൽ രണ്ടാമനായിരുന്നു, ഈ ലോകത്തിലേക്ക് വന്നു, മനുഷ്യാവതാരം എടുത്തു, അതുപോലെ തന്നെ ഒരു ദാസരൂപം എടുത്ത് ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി മനുഷ്യരുടെ പാപം ഏറ്റുകൊണ്ട് കർത്താവ് ക്രൂശിക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഇത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്നയാളുടെ ഒരു അടിസ്ഥാന അറിവ് മാത്രമാണ്. പലപ്പോഴും ഈ അറിവ് നമുക്കുണ്ടെങ്കിൽ അതെല്ലാമായി എന്നുള്ളതാണ് നമ്മളുടെ ഒരു പൊതുധാരണ എന്ന് പറയുന്നത്. ഇത്രയും അറിയാമെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ളതാണ് പൊതുവിൽ ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ, പ്രയാസമുള്ള, അതിന് വളരെ താല്പര്യം, അധ്വാനം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളവിടെ കാണുന്നത് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കണം എന്നാണ്. അപ്പോൾ ക്രിസ്തുവിനെ നാം മനസ്സിലാക്കുമ്പോൾ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, വിവേകപൂർണതയുടെ സമ്പത്ത്, ഇതെല്ലാം ഉള്ളത് എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, കർത്താവ് പറഞ്ഞത് അതാണ്. അപ്പോൾ ദൈവത്തിന് മനുഷ്യനെ സംബന്ധിക്കുന്നതായിട്ടുള്ള എല്ലാ പരിപാടികളും, അല്ലെങ്കിൽ ദൈവം ആരാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നത് ക്രിസ്തുവിനെ നാം മനസ്സിലാക്കുന്നതോടുകൂടിയാണ്. എങ്ങനെയാണ് ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിലാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ വഴികളിലുമാണ് ക്രിസ്തുവിനെ നാം അനുഭവിച്ച് അറിയുന്നത്. അത് ക്രിസ്തുവിനോട് കൂടെ നടന്നിട്ടാണ് നമുക്ക് അറിയുവാനായിട്ട് കഴിയുള്ളൂ. നമുക്കറിയാമല്ലോ, നമുക്ക് ആരെക്കുറിച്ചെങ്കിലും അറിയുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിക്കാം. ഇനി അവരെക്കുറിച്ച് എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടെങ്കിൽ ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാം. അങ്ങനെ പല വഴികളുണ്ട് ഒരാളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട്. എന്നാൽ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കണമെങ്കിൽ അത് സ്നേഹത്തിൽ ഏകീഭവിച്ചുകൊണ്ട് വിശ്വാസികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഐക്യത്തിന്റെ ഒരു ജീവിതത്തിലൂടെയാണ് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രാപിക്കണമെങ്കിൽ, അതായത് ക്രിസ്തുവിനെ മനസ്സിലാക്കണമെങ്കിൽ, ദൈവേഷ്ടം മനസ്സിലാക്കണമെങ്കിൽ, ദൈവിക വഴി എന്ത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിൽ ഏകീഭവിക്കുക എന്നുള്ളതാണ്. അത് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് അതുവഴിയാണ്. ദൈവത്തെ അറിയുന്നതും അങ്ങനെ ഒരു സഭ സ്നേഹത്തിൽ ഏകീഭവിക്കുന്നത് വഴിയാണ്. ഇന്ന് സഭയെ സംബന്ധിച്ച് നമ്മൾ ഒത്തിരി ചിന്തിച്ചതായിട്ടുള്ളൊരു കാര്യമുണ്ട്. സഭ ഒരു മഹാത്ഭുതമാണെന്നും സഭ നാം ചിന്തിക്കുന്നത് പോലെ, നാം കാണുന്നത് പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് ഈ നാളുകളിൽ നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും വിചാരിക്കുന്നു. കാരണം സഭ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് സഭ എന്ന് പറയുന്നത് ഇത്രത്തോളം വലിയ ഒരു കാര്യമായിട്ട് നാം ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ദുഃഖത്തോടെ ഈ നാളുകളിൽ ഓർക്കുന്നു. കാരണം സഭയെ ദൈവം എങ്ങനെ കണക്കാക്കുന്നു, എങ്ങനെ കാണുന്നു, സഭ ദൈവസന്നിധിയിൽ എത്രത്തോളം വിലയേറിയതാണ്, ദൈവത്തിൻ്റെ മക്കൾ എത്രത്തോളം വിലയേറിയതാണ്
എന്നുള്ള ഒരു പ്രാഥമികമായ അറിവെങ്കിലും നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ സഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാടുകളും സഭയോടുള്ള നമ്മളുടെ സമീപനവും സഭയിലെ വിശ്വാസികളെ സംബന്ധിക്കുന്നതായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടും ഒക്കെ എത്രയോ വ്യത്യസ്തമായിരിക്കുമായിരുന്നു എന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒത്തിരി സഭകൾ കണ്ടിട്ടുണ്ട്. പല സഭകളിലൂടെ ഒരുപക്ഷെ നാം കടന്നുപോയിട്ടുണ്ട്. പല സഭകളിലും ഒരുപക്ഷെ നാം അംഗങ്ങളായിരുന്നിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാവുന്നതായിട്ടുള്ള പല സഭകളുമുണ്ട്. അവിടെയൊക്കെ സഭയിൽ ഉള്ള പെരുമാറ്റവും സഭയെ കാണുന്നതും സഭാവിശ്വാസികളെ കാണുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ ദൈവിക പരിപാടിയായിരിക്കുന്ന ക്രിസ്തു തൻ്റെ ഭവനമായി താൻ പണിയുന്നതായിട്ടുള്ള ആ സഭയെ ഗൗരവത്തോടെ കാണാൻ നമ്മെ പ്രാപ്തരാക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. നമ്മളുടെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ദൈവവചനപ്രകാരമുള്ളതായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ അഭാവമൊക്കെ പലപ്പോഴും സഭയുടെ ആ ഗൗരവവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചിട്ടുണ്ട്. സഭയിലെ വിശ്വാസികളെക്കുറിച്ചോ സഭയെക്കുറിച്ചോ ഒക്കെയുള്ള നമ്മളുടെ അറിവ് ഈ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തുമൊക്കെ നാം പ്രാപിച്ചവരാണ് എങ്കിൽ ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിരിക്കും, എത്രത്തോളം വലുതായിരിക്കും എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ ഏകീഭവിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം നമ്മെ എത്രത്തോളം സ്നേഹിച്ചു, നമ്മെ സ്നേഹിക്കുന്നതിൽ ദൈവം കൊടുത്തതായിട്ടുള്ള വില എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ദൈവമക്കളെ പലപ്പോഴും എല്ലാവരെയും സ്നേഹിക്കാനൊക്കെ വളരെ പ്രയാസമുണ്ട്. കാരണം പല സ്വഭാവങ്ങളും സ്വഭാവ വിശേഷതകളും ഒക്കെയുള്ള ആളുകളാണ് സഭകളിലുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ നമുക്കൊരു പക്ഷെ ഒരിക്കലും സ്നേഹിക്കുവാനായിട്ട് വളരെ പ്രയാസമുണ്ട് എന്ന് തോന്നുന്നതായിട്ടുള്ള ആളുകളെ നാം സ്നേഹിക്കുമ്പോൾ പാപികളായ നാമും പാപത്തിൻ്റെ ചായ്വുള്ളവരും പാപ സ്വഭാവമുള്ളവരും ഒക്കെയാണ്. അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ കൂടെയുള്ള സഹോദരി സഹോദരന്മാരുടെ ബലഹീനതകളെ നമുക്ക് ചുമക്കുവാനോ കാണുവാനോ അവരോടുകൂടി ഇരിക്കുവാനോ നമുക്ക് പ്രയാസപ്പെടുന്നുവെങ്കിൽ നീതിമാനായ പരിശുദ്ധനായ ദൈവത്തിന് പാപിയായ ഒരു മനുഷ്യനെ എങ്ങനെ സ്വീകരിക്കുവാനായിട്ട് കഴിയുമോ എന്നുള്ള ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുന്നത് നാം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കണമെങ്കിൽ നാം നമ്മുടെ കൂടെയുള്ള സഹോദരന്മാരെ സ്നേഹിക്കുവാനായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ഇതൊരു വലിയ പോരാട്ടമായിട്ട് പൗലോസ് അപ്പോസ്തലൻ കാണുന്നത്. സ്നേഹപ്രയത്നം എന്ന് നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹപ്രയത്നം, ഒരു പ്രയത്നം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അത് പക്ഷെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമായിട്ട് ആണ് ആ ഒരു കാര്യം ഇരിക്കുന്നത് എന്നുള്ളതും നാം ഓർക്കണം. അപ്പോൾ ഇത് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകുന്നതിന് വേണ്ടി, അതായത് ഈ ദൈവത്തെ അറിയുന്നത് വഴി അറിയാനുമായിട്ട് അവർ സ്നേഹത്തിൽ ഏകീഭവിക്കുക, അങ്ങനെ അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക, അതിനു വേണ്ടിയിട്ട് പൗലോസ് അപ്പോസ്തലൻ ഒരു പോരാട്ടം കഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതേ പോരാട്ടം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 3-ാമത്തെ വാക്യം, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലാണ് നമുക്ക് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ഈ പരിജ്ഞാനവും വിവേകവും അതിൻ്റെ പൂർണ്ണതയും ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ആരിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിലാണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും എല്ലാ നിക്ഷേപങ്ങളും ഇരിക്കുന്നത്. പക്ഷെ അത് ഇരിക്കുന്നത് ഗുപ്തമായിട്ടാണ് എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ ഗുപ്തമായിട്ടിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു ശ്രമം ആവശ്യമാണ്
എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഒളിച്ചു വെച്ചിരിക്കുന്നത്, ഗുപ്തമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ്. മറച്ചു വെച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതായ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളെ നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആത്മീയ വളർച്ചയുടെ ഭാഗമായി അത് നമ്മളിലേക്ക് വരണമെങ്കിൽ അതിന് സ്നേഹത്തിൽ ഏകീഭവിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നാം എത്രത്തോളം വസിക്കുന്നുവോ, എത്രത്തോളം ആ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നുവോ, അത്രത്തോളം നമുക്ക് ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ നമുക്ക് അനുഭവിക്കുവാനും അത് നമ്മളിൽ സ്വായത്തമാക്കുവാനായിട്ടും സാധിക്കും. ഒരുവന്റെ ക്രിസ്തീയ വളർച്ച അല്ലെങ്കിൽ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഇങ്ങനെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചുള്ള ദൈവിക പരിപാടി എത്രയോ ശ്രേഷ്ഠമാണ്. നമ്മൾ പലപ്പോഴും ഒന്ന് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് പിന്നെ അത്യാവശ്യം സഭായോഗങ്ങൾക്കൊക്കെ പോയി ഒരല്പം ദൈവവചനമൊക്കെ വായിച്ച് ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ അങ്ങോട്ട് പോകുന്ന ഒരു പോക്കാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ് നാം പലപ്പോഴും മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഏറെ ഉന്നതവും ശ്രേഷ്ഠവുമായിട്ടുള്ള ഒരു കാര്യമാണ് നാം ക്രിസ്തുവിനോട്, സ്നാനത്തിൽ നാം ക്രിസ്തുവിനോട് ചേരുന്നു എന്നുള്ളത് നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് നാം ജീവിക്കുമ്പോൾ ആ ക്രിസ്തുവിലുള്ളതായ എല്ലാ ആത്മീകമായിട്ടുള്ള ഗുണങ്ങളും, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ജ്ഞാനം, അവൻ്റെ നീതി നമുക്ക് കണക്കിടുന്നു എന്ന് നമ്മൾ വായിക്കുന്നല്ലോ. അതുപോലെ തന്നെ ജ്ഞാനം, പരിജ്ഞാനം, ഇതെല്ലാം അതിൻ്റെ നിക്ഷേപങ്ങളെല്ലാം നമ്മളിലേക്ക് പകരപ്പെട്ട് അങ്ങനെയാണ് നാം ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ഇടയാകുന്നത്. നമ്മളിൽ വരുന്നതായിട്ടുള്ള രൂപാന്തരം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിലുള്ളതായിട്ടുള്ള ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആ സമ്പത്തുകളൊക്കെയും ആ നിക്ഷേപങ്ങളൊക്കെയും നമ്മുടെ നിക്ഷേപങ്ങളായിട്ട് നാം മാറ്റുമ്പോഴാണ്. എന്നാൽ പലപ്പോഴും നമ്മളുടെ താല്പര്യവും ആഗ്രഹവും എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊണ്ട് നൽകുവാൻ കഴിയുന്നുവെങ്കിൽ അത് ലഭിക്കുക എന്നുള്ളതാണ്. ഒരു ബാങ്ക്, അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഇന്ന് ലോകത്തിൽ ക്രിസ്ത്യാനികൾ അവരുടെ ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ബാങ്കിൻ്റെ പരിപാടി, അവർ വായ്പകൾ കൊടുക്കും, അവർ സമ്പത്ത് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ സമ്പത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അസുഖമുണ്ടായാൽ നാം ആശുപത്രിയിൽ പോകുന്നു. അപ്പോൾ സൗഖ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ പോകുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരകൻ എന്നുള്ള നിലയിൽ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന് പിന്നാലെ പോവുകയും ചെയ്യുന്നത് ഇതുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയേ, എത്രയോ വ്യത്യാസമാണത്. കർത്താവിനോട് ചേർന്ന് നടന്ന് കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള തൻ്റെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആ നിധികളെല്ലാം, ആ നിക്ഷേപങ്ങളെല്ലാം അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന് അങ്ങനെയാണ് നമുക്ക് ലോകത്തിൽ വെളിച്ചമായി തീരുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ സഭയിലും നമ്മുടെ അയൽവക്കത്തും ഒക്കെ നമുക്കൊരു വെളിച്ചമായി തീരണമെങ്കിൽ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങൾ അവനോട് കൂടെ നടന്ന് അവനിൽ വസിച്ചുകൊണ്ട് അത് നമ്മളുടെ സ്വന്തമാക്കുന്നത് വഴിയാണ്. അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ അതാണ് നമുക്ക് സ്നേഹത്തിൽ ഏകീഭവിച്ചാൽ മാത്രമേ ആ ഒരു കാര്യം ഈ ലോകത്തിൽ നടക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ക്രിസ്ത്യ ജീവിതത്തെ, അതിൻ്റെ ആഴങ്ങളെ, അതിൻ്റെ ലക്ഷ്യങ്ങളെ നാം ഇനിയും വളരെയേറെ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ തീർക്കുകയും ചെയ്യണം. ഒരു അലസ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ മറ്റ് ഈ ലോകത്തിലെ ആളുകൾ ജീവിക്കുന്നത് പോലെ ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, പിന്നെയും എഴുന്നേൽക്കുന്നു, യാത്ര ചെയ്യുന്നു. ഈ ലോകത്തിൽ മറ്റ് ലോകത്തിലെ ആളുകൾ എല്ലാവരും ചെയ്യുന്നത് പോലെയും ജീവിക്കുന്നത് പോലെയും ഉള്ളതായ ഒരു ജീവിതമാണ് നമുക്കുമുള്ളതെങ്കിൽ
ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെതായിട്ടുള്ള എന്ത് പ്രത്യേകതയാണ് നമ്മൾ ഉള്ളത് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ ഒരു അരുമ ശിഷ്യന്മാരായിട്ട് നാം തീരുന്നത് വഴിയാണ്, അല്ലെങ്കിൽ തീരുന്നതിലൂടെയാണ് ദൈവം നമ്മളിൽ കൂടെയും നമ്മളിലും പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. നമ്മളിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ, നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നാം ആ കർത്താവിൻ്റെ ശരിയായിട്ടുള്ള ആ ട്രാക്കിലേക്ക്, ആ വഴിയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. ഞാൻ ഏത് പറയുന്നു? ഇത് പറയുന്നു. അപ്പോൾ എന്താണ് ഈ വശീകരണ വാക്ക് എന്ന് പറയുന്നത്? ഒരു പക്ഷെ എന്തായിരിക്കും വശീകരണ വാക്ക് എന്ന് പറയുന്നത്? ഇതിന് വിരുദ്ധമായിട്ട് ക്രിസ്തീയതയിൽ പ്രസംഗിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വശീകരണ വാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറമായിട്ട്, ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നതെങ്കിൽ അത് വശീകരണ വാക്കുകളാണ്. വശീകരണ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ഇവിടെ പറയുന്നതായിട്ടുള്ള, മുകളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല, മറിച്ച് അത് ഒരു ജഡികത്വത്തിലേക്കോ ലൗകികതയിലേക്കോ കൊണ്ടുപോകുന്നതായിട്ടുള്ള വാക്കുകളാണ്. അതുകൊണ്ട് ആരും നിങ്ങളെ വശീകരണ വാക്കുകൊണ്ട് ചതിക്കരുത്. ഇത് വിട്ടു മാറിയാൽ നിങ്ങൾ ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് വിട്ടു മാറി പഠിപ്പിച്ചാൽ അത് വശീകരണ വാക്കുകളാണ്. വശീകരണ വാക്കുകളാലാണ്. നമുക്കറിയാമല്ലോ, ഈ വശീകരിക്കുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരെപ്പോഴും നമ്മളുടെ ജഡം ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മെ പഠിപ്പിക്കുവാനായിട്ട് അവർ ശ്രമിക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കാൻ ധാരാളം ആളുകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ളതായ പ്രസംഗങ്ങൾ നമുക്കറിയാം. അതിനൊക്കെ കേൾവിക്കാര് ആയിരങ്ങളാണ്, അല്ലെങ്കിൽ പതിനായിരങ്ങളാണ്. അപ്പോൾ കേൾവിക്കാരെ കൂട്ടണമെങ്കിൽ ഇമ്പമായി, കേൾക്കാൻ രസകരമായിട്ടുള്ള രീതിയിൽ തമാശകളും അതുപോലെ തന്നെ വിമർശനങ്ങളും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു പ്രസംഗങ്ങളാണ് പ്രസംഗിക്കേണ്ടത്. എന്നാൽ സത്യവചനം അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടു കൂടി പ്രസംഗിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ ആളുകൾക്ക് ഒരു രസവുമില്ല. അത് ഭയങ്കര ബോറിനായിട്ട് തോന്നും. കാരണം എന്താണെന്നറിയാമോ? അവിടെ വശീകരണം എന്ന് പറയുന്നത് ഇല്ല. ചതിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ലക്ഷ്യമല്ല. ഈ വശീകരിക്കുന്നത് എപ്പോഴും ചതിക്കാനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ വശീകരണ വാക്കുകൾ പറയുന്നിടത്ത് നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കുവാനായിട്ട് ഇടയാകും. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ കൊലോസ്യയിലെ വിശ്വാസികളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ ക്രമം, അതായത് അവരുടെ ജീവിതത്തിന്റെ അച്ചടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്, അവരുടെ ക്രമം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. വിശ്വാസത്തിന്റെ സ്ഥിരത എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അത് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ വളർച്ചയ്ക്ക് ഒക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വാസത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ അവർ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. അപ്പോൾ ഈ വിശ്വാസത്താൽ ജീവിക്കേണ്ടതായിട്ടുള്ള ആളുകൾക്ക് ആ വിശ്വാസത്തിന്റെ സ്ഥിരത എന്ന് പറയുന്നത് ആവശ്യമാണ്. പലപ്പോഴും ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയില്ലായ്മ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളുടെ വിശ്വാസത്തിന്റെ സ്ഥിരത പലപ്പോഴും ആശ്രയിച്ചിരിക്കുന്നത് മറ്റുള്ളവരെയോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെയോ ആണ് എന്നുള്ളത് വളരെ സങ്കടകരമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പലതും ഒരുപക്ഷെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിന്നും അനേകര് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് പെരുമാറാതെ വരുമ്പോൾ നമുക്ക് ഈ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ സ്ഥിരത പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ ജീവിക്കേണ്ടവരായിട്ടുള്ള നാം ആ വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിലനിൽക്കേണ്ടതും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിന് ഒരു ക്രമവും ആവശ്യമാണ്. അച്ചടക്കമില്ലാത്ത ജീവിതം നയിക്കുന്നതായ ആർക്കും ഒരു വിശ്വാസ ജീവിതം സാധ്യമല്ല.
ഇന്ന് ഈ അച്ചടക്കം എന്ന് പറയുന്നത് വളരെ ഓരോരുത്തരും അവനവന് തോന്നുന്നത് പോലെ ഉള്ള ഒരു ജീവിതം. അവരുടെ ഉറക്കത്തിന് ക്രമമില്ല, അവരെഴുന്നേൽക്കുന്നതിന് ക്രമമില്ല, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ഉത്തരവാദിത്വ ബോധമോ ക്രമമോ ഇല്ല. അങ്ങനെ ദൈവവചനം പഠിക്കുന്ന കാര്യത്തിൽ ക്രമമില്ല. അതുപോലെ തന്നെ മറ്റ് സഭാ കാര്യങ്ങളിലൊന്നും ഒരു ക്രമത്തിലല്ല പോകുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമാണ്. എന്നാൽ ഇവിടെ കൊലോസ്യയിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ക്രമവും അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നുവെന്നാണ്. നാമും ഈ ഒരു നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമം, അച്ചടക്കം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ഏതെല്ലാം കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ഈ വിശ്വാസത്തിൽ നിലനിൽക്കുക, വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അനേകരും വിശ്വാസ ജീവിതത്തിൽ അവർ രൂപാന്തരപ്പെടാതെയും വളരാതെയും ഇരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ചാഴ്ച അല്ലെങ്കിൽ ചില മാസങ്ങൾ അവർ വളരെ ഉത്സാഹികളായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ അവർ വീണ്ടും നിരുത്സാഹത്തിലേക്ക് പോകും. വീണ്ടും അവർ കുറച്ചു കാലം ഒരു ഉത്സാഹത്തിൽ നിലനിൽക്കും. അതിനുശേഷം വീണ്ടും അവർ നിരുത്സാഹത്തിലേക്ക് പോകും. അപ്പോൾ എത്രത്തോളം അവർ മുന്നോട്ട് പോയോ അത്രത്തോളം അവർ വീണ്ടും പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഉള്ള ഒരു നടപ്പ് അവസാനം എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരംഭിക്കുന്നിടത്ത് തന്നെ നമ്മൾ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ദൂരം സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. സ്ഥിരതയോടെയുള്ള ഒരു ഓട്ടം നാം മുമ്പോട്ട് ഓടേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വിവേകപൂർണതയുടെ സമ്പത്തും ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും ഒക്കെ നമുക്ക് സമ്പാദിക്കുവാനും അതിലൂടെ ലോകത്തിനും സഭയ്ക്കും സഹോദരങ്ങൾക്കും പ്രയോജനമുള്ളവരായി തീരുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം നമ്മെ ഈ കാര്യങ്ങളിലെല്ലാം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.